മമ്മൂക്കിയുടെ ചത്താപ്പാച്ച സിനിമ ഹിറ്റാണോ ഫ്ലോപ്പ് ആണ്? ജനുവരി മാസം 23-ാം തീയതി തിയേറ്റർ റിലീസിൽ വന്ന സിനിമയാണ് ചത്താപ്പാച്ച എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യു, അതുപോലെ തന്നെ വൈശാഖ്, പിന്നെ നമ്മുടെ മമ്മൂക്ക എന്നിവർ അഭിനയിച്ച സിനിമയാണ്. ഓൾമോസ്റ്റ് പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസാണ്. ഒരേ സമയത്ത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലൊക്കെ പടം റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മുടെ 19-ാം തീയതി നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴി. ഓൾമോസ്റ്റ് പല ഭാഷകളിൽ തന്നെയായിട്ടാണ് പടം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തത്. വലിയൊരു എമൗണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് നമ്മുടെ ചത്താപ്പാച്ച മേടിച്ചത്. എന്തായാലും പടം ഇപ്പോൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അതും വെറും പകർപ്പല്ല, നമ്മുടെ പുതിയ പകർപ്പ് തന്നെയാണ്. മമ്മൂക്കിയുടെ പുതിയ ഡബ്ബിങ്ങിലാണ് പടം സ്ട്രീമിംഗ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കാം. നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 17,40,00,000 കോൺട്രിബ്യൂഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ 2,30,00,000 തന്നെയാണ്. അങ്ങനെ ടോട്ടൽ സിനിമ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം 19,69,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഓവർസീസ് ആണ്. ഇന്ത്യന്റെ വെളിയിലെ ട്രാക്കിംഗ് തന്നെയാണ്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ നമ്മുടെ ഇന്ത്യന്റെ വെളിയിലെ രാജ്യങ്ങളിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷൻ ആയിട്ട് 13,80,00,000. അങ്ങനെ ടോട്ടൽ ഗ്രോസ് സിനിമയ്ക്ക് ഫൈനലായിട്ട് 33,50,00,000. എന്തായാലും ഈ വർഷത്തെ ആദ്യ വാരം പുറത്തിറങ്ങിയ സിനിമയും കൂടിയാണ്. എന്തായാലും ആദ്യ ഹിറ്റും കൂടിയായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തെ ചത്താപ്പാച്ച സിനിമയിലൂടെ. എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമല്ല. കാരണം നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന സിനിമയാണ്. അത് നമ്മുടെ RDX പോലെ ലെവല് ഒരു ഫൈറ്റൊക്കെ ഉള്ളൊരു സിനിമ. പക്ഷെ അത് ഓൾമോസ്റ്റ് ഒരു 50 കോടി പോലും വേൾഡ് ഒരു കാണാതെ സിനിമ പോവുകയാണ്. എന്നാൽ പോലും സിനിമ ഒരു ഹിറ്റ് തന്നെയാണ്, ഫ്ലോപ്പ് ഒന്നുമല്ല. 15-13 പടത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ ഒരു 33 കോടിയുടെ അടുത്ത് വരെ സിനിമയ്ക്ക് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ ബിസിനസ്സിലൂടെ സിനിമയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുക. സിനിമ കണ്ടവർ എന്തായാലും കാത്തിരിന്ന് ചെയ്യുക. കൂടുതൽ സിനിമകളിൽ ബോക്സ് വൈസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ എല്ലാത്തിനും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ.